ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുനാഫയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം തന്നെ കുനാഫ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുനാഫയുടെ ഡോ വേണം. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമാവും. ഇത് ജിദ്ദയിൽ നിന്നും വാങ്ങിയതാണ്. പിന്നെ ഇതിലേക്ക് ക്രീം വേണം. ഇതാണ് ക്രീം. ഇത് നമ്മളവിടെ ഫ്രഷ് ക്രീം കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഉണ്ടാവുക. ഇത് കുറച്ച് കട്ടിയിലാണുള്ളത്. പിന്നെ ബട്ടർ വേണം, പാല് വേണം, പിന്നെ കോൺഫ്ലോർ, പഞ്ചസാര. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡോ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലാണുള്ളത്. ഇതിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത പോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഒന്നിങ്ങനെ കൈകൊണ്ട് വിടർത്തി കൊടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ 250 ഗ്രാം കുനാഫയുടെ ഡോയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 100 മില്ലി ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ കൈകൊണ്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുനാഫയുടെ ഡോ കിട്ടാത്തവർക്കാണെങ്കിൽ ആ കട്ടിയില്ലാത്ത വെർമിസെല്ലി വെച്ചിട്ട് ചെയ്താലും മതി. അത് വീട്ടിലൊക്കെ കഴിക്കാനാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുനാഫയുടെ ഡോ വെച്ചിട്ട് തന്നെ വേണം ചെയ്യാൻ. ഇപ്പോൾ ദാ ഈ ബട്ടറൊക്കെ ഇതിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ആ കുനാഫയുടെ ഡോ എല്ലാ ഭാഗത്തും ഒരുപോലെ കളറ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് പാത്രം വേണം സെറ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഞാനിതുപോലെയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് അതിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലേ ഇതിൽ നിന്നും എടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ദാ ഒരു ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടുതലാവരുത്, കാരണം ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ആ പാലിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പാലിപ്പോൾ ഇവിടെ തിളച്ച് വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കലക്കി വെച്ച കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലോർ ആദ്യം കലക്കിയാലേ ഇതിൽ നന്നായിട്ട് മിക്സ് ആവുള്ളൂ, ഇല്ലെങ്കിൽ ഇതിൽ കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതാണ് കട്ടയായി പോകും. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ വാനില എസൻസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ഏലക്കായുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടിന്ന് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതി ക്രീം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇത് ഏലക്കായുടെ പൊടി ഞാൻ ആദ്യം ചേർക്കാൻ മറന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കളറ് മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഏലക്കായ ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, മിക്സിയിലിട്ട് ഒന്നാണ് അടിച്ചെടുത്തപ്പോൾ നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ചിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കപ്പാണെങ്കിൽ കറക്റ്റ് അളവാണ്. ഞാനിതിൽ കുറച്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കുറച്ചധികം ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ചീസ് ഒഴിവാക്കുക, ഇത് തന്നെ മതിയാകും. അപ്പോൾ ഞാൻ ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ചീസ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട്
നമ്മൾ എടുത്ത് വെച്ച ബാക്കിയുള്ള കുനാഫയുടെ ഡോ ഉണ്ടല്ലോ അതും കൂടെ വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യരുത്, കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഈ കുനാഫയുടെ ഡോ ആയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി 150 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുത്തത്. അതിൽ 10 മിനിറ്റ് വെച്ചതിന് ശേഷം 10 മിനിറ്റ് 2 കോയിലും ചൂടാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നത്തെ 10 മിനിറ്റ് മുകളിലത്തെ കോയിൽ മാത്രം ചൂടാക്കിയിട്ടും വെച്ച് കൊടുത്തു. അപ്പോഴാണ് ഇതിൻ്റെ മുകളിൽ നല്ലൊരു കളറ് കിട്ടിയത്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി 1.5 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിയാവുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്ത സമയം കൊണ്ട് നമ്മുടെ കുനാഫയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേറെ പാത്രത്തേക്ക് വേണമെങ്കിൽ മാറ്റാം, അല്ല നമുക്ക് കഴിക്കാനാണെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത പൊടിച്ചതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ റെഡിയായി. ഇനി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.